വയനാട് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുകയും അതിൻ്റേതായ പൊതു അഭ്യർത്ഥന ഉയരുകയും ചെയ്തപ്പോൾ പലരും സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ 100 വീട് നൽകാമെന്ന് അറിയിച്ചവരുണ്ട്. ഒന്നിലധികം കേന്ദ്രങ്ങളിൽ നിന്ന് 100 വീടിൻ്റെ ഓഫറുകൾ ലഭിച്ചിരുന്നു. സർക്കാർ എന്ന നിലക്ക് ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറായ വീട് നിർമ്മിക്കുന്നതിന് സ്പോൺസർ ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരെയും ഞങ്ങൾ വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ ഘട്ടത്തിലും DYFI 25 വീട് എന്നത് തന്നെയായിരുന്നു മുന്നോട്ട് വെച്ച നിർദ്ദേശം. 25-ൽ കൂടുതൽ പറയുന്നവരാ യോഗത്തിലുണ്ടായി. പക്ഷേ ശേഖരിക്കേണ്ട ഫണ്ടിൻ്റെ നില വെച്ചായിരിക്കണം അന്നത്തെ നിലയിൽ മോശമല്ലാത്തൊരു നമ്പർ 25 എന്നത് DYFI വാഗ്ദാനം ചെയ്തത്. ഇതിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മിക്കുന്ന വീടുകൾ എല്ലാം പൊതുവെ തീരുമാനിച്ചെടുക്കുന്ന വീടുകളാണ്. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പ്രത്യേകതയുള്ള തരത്തിൽ വീട് നിർമ്മിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ മൊത്തമായി വരുന്ന സംഖ്യ ഒരു വീടിന് എത്ര ചെലവ് എന്നത് സ്വാഭാവികമായൊരു പ്രശ്നമായി വന്നു. ഞങ്ങൾ ആലോചിച്ചപ്പോൾ വിവിധ രീതിയിൽ പരിശോധിച്ചപ്പോൾ 20 ലക്ഷം രൂപ തരുന്ന ഒരു സ്പോൺസർക്ക് ഒരു വീട് എന്ന നില, ഒരു വീട്ടിന് 20 ലക്ഷം രൂപ എന്ന നില എടുക്കാമെന്ന് കണ്ടു. ചിലപ്പോൾ 20 ലക്ഷത്തിലധികം രൂപ ചിലവായി എന്ന് വരും. ആ അധികം വരുന്ന ചിലവ് സ്വാഭാവികമായും വഹിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അവിടെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ബാധ്യത നിറവേറ്റാൻ സർക്കാർ സ്വാഭാവികമായും ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീടിന് 20 ലക്ഷം എന്ന കണക്ക് സ്പോൺസർമാരുടെ മുന്നിൽ പിന്നീട് അവതരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് DYFI ശേഖരിച്ച പണം, ശേഖരിച്ചതിൻ്റെ മാതൃക ഇവിടെ പറഞ്ഞു. അതും വളരെ പ്രത്യേകതയാർന്ന ഒന്നാണ്. ആക്രിയുടെ വില എത്രത്തോളമാണ് എന്ന് ഇപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കുന്ന ഒരു സന്ദേശം നൽകാൻ DYFIക്ക് കഴിഞ്ഞു എന്ന പ്രത്യേകതയുണ്ട്.
മറ്റുള്ളതെല്ലാം അധ്വാനത്തിൻ്റെ വിലയാണ്. അധ്വാനത്തിന് വിലയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വാക്ക് എപ്പോൾ വലിച്ചെറിയുന്ന സാധനമാണല്ലോ, അതിന് വിലയുണ്ട് എന്ന് നിങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതും അഭിനന്ദനാർഹമായ ഇടപെടൽ തന്നെയായിരുന്നു.